വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഇഫ്താർ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡാണ് ചെയ്യാൻ പോകുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തണ്ണിമത്തനും കണ്ടൻസ്ഡ് മിൽക്കുമാണ്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ 1 ഗ്ലാസ് പാല് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് മിൽക്ക് പൗഡറും അതായത് പാൽപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി ഒരു കുറുക്കി വരുന്ന ആ ഒരു ടൈപ്പ് ആവുമ്പോൾ അതെടുത്തിട്ട് അതൊഴിച്ചാലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ മെലനും 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് 400 ഗ്രാമിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടിന്ന് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ 3/4 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വരെ നിങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ ഷുഗർ കൂടി ആഡ് ചെയ്യണം. അത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഷുഗർ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഷുഗർ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് വെക്കണം. ഇനി ഇത് നമുക്ക് തീരെ വെള്ളം ഒഴിക്കാതെ നന്നായി ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ മിക്സിയിൽ നന്നായി അടിക്കുക. ഇപ്പോൾ ഇത് നല്ല ജ്യൂസായി വന്നിട്ടുണ്ട്. നമ്മൾ തീരെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ സാധാരണ ജ്യൂസ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മളിപ്പോൾ ഇത് ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കാരണം ഇത് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നന്നായി അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് നന്നായി ഫ്രീസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് 5-6 മണിക്കൂർ നന്നായി തണുപ്പിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ജ്യൂസ് 6 മണിക്കൂർ നന്നായി ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ക്യൂബ്സ് ആക്കി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം, അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ ഇത് ഇതുപോലെയും കഴിക്കാം, കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇപ്പോൾ ഇഫ്താറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.